എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. റോളം പ്രസാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം. ഇനിയിപ്പം മഴക്കാലമൊക്കെയാണല്ലോ വരുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും പനിയും തലവേദന അതുപോലെ തുമ്മലൊക്കെ എന്തായാലും വരും. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു ടീ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാല ടീ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 2 ഗ്ലാസ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുക്കുമ്പോൾ 1 ഗ്ലാസ് പച്ചവെള്ളം എടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം തിളക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മസാലകൾ എടുക്കാണ്ട്. അപ്പം ഞാൻ എടുക്കണത് ഏലക്കായ ഒരു 2 എണ്ണം എടുക്കുന്നുണ്ട്, പിന്നെ പട്ട എടുക്കുന്നുണ്ട് 2 പീസ്, അതുപോലെ കരയാമ്പ് എടുക്കുന്നുണ്ട് ഒരു 3 പീസ് കരയാമ്പ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ച ഇഞ്ചി കേട്ടോ, അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 2 പേരയുടെ തളിരിലയാണ് എടുത്തേക്കണത്, അത് നമുക്കൊന്ന് ഇങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് കരിപ്പെട്ടിയാണ് ഇട്ട് കൊടുക്കണേ. നമുക്ക് ആയുർവേദ കടയിലൊക്കെ മേടിക്കാൻ കിട്ടണ കരിപ്പെട്ടി. ഇപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് ചായയിൽ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണ് ചായയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അതിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും തിളയ്ക്കണം, എന്നാലാണ് ആ ഫ്ലേവറൊക്കെ നമുക്ക് അതിൻ്റെ കിട്ടുള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനമായിട്ട് കേട്ടോ. ഇത്തിരി എരിവ് കൂടി പോയി, ആ കുരുമുളകിൻ്റെ ഒരു കുത്ത് വരുന്നുണ്ട്. നല്ലതാണ്, ചുമയ്ക്കും ജലദോഷത്തിനും കുരുമുളക് അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.